കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിനെ നോക്കി രേവതി ഇരിക്കുവാണ്. ഈ സമയത്താണ് സച്ചിയും കൂട്ടുകാരും കൂടെ നന്നായിട്ട് മദ്യപിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. സച്ചിയുടെ കാലൊന്നും നിലത്ത് ഉറക്കുന്നുണ്ടായിരുന്നില്ല. സച്ചി അങ്ങനെ ആടിയാടി വരുവാണ്. ഒരു കയ്യിലെ മദ്യവും ഒരു കയ്യിലാണെങ്കിൽ ചിക്കൻ ബിരിയാണിയുടെ പാത്രം ഉണ്ടായിരുന്നു. നേരെ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് നീ ഇതിലായിട്ടും കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. രേവതി മൈൻഡ് ചെയ്തില്ല. ദേ നീ കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ നേരെ നീട്ടുവാണ്. രേവതി എന്ത് ചെയ്ത് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാണ്. മാറി ഇങ്ങോട്ട് നിൽക്കുവാണ്. രേവതിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു ഇതൊക്കെ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയ സച്ചിനോട് ഒരു പാർട്ടിക്ക് വന്ന് എന്നിട്ട് അവനിപ്പോൾ കാണിക്കുന്നോ. ഈ സമയത്ത് താഴെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുവാണ്. ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ നിന്ന് ആ വീടിൻ്റെ ഹൗസ് ഓണറും ഭാര്യയും മകനും കൂടെ ഇറങ്ങുവാണ്. അപ്പം അവർ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എന്താ മുകളിലൊരു ഒച്ചപ്പാടും വേളൊക്കെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഭാര്യയും കൂട്ടിക്കൊണ്ട് അയാൾ നേരെ മുകളിലേക്ക് വരുവാണ്. അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയും കൂട്ടുകാരും കൂടെ നിന്ന് മദ്യപിച്ച് നിന്ന് ആടി അർമാദിക്കുവാണ്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് സഹിച്ചില്ല. അയാൾ ചോദിച്ചു, ഇതുപോലെ കിടന്ന് കുടിച്ചു കൂത്താടാനാണോ നിനക്ക് വീട് വന്നത്? വീട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, കുറെ നിബന്ധനകൾ വെച്ചു. ഇത് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്നതാ, അറിയാലോ. ഇമാതിരി പരിപാടികൾ ഇവിടെ നടക്കില്ല. ഇതൊക്കെ വേറെ എവിടെയാന്ന് വെച്ചാൽ നടത്തിക്കണം. അതിനു വേണ്ടി നീ വേറെ വീടെടുത്തോളെന്ന് പറയാം. സച്ചി പറഞ്ഞു, അതെങ്ങനെയാ സാർ ശരിയാന്നേ? ഈ വാടക തരുന്നേ ഞങ്ങളല്ലേ, അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് പറയണം. ഓഹോ അങ്ങനെയാണോ? വാടക ചെയ്ത് തന്നിട്ട് എന്ത് തോന്നിയാസം ചെയ്യാന്നോ? അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയണം. സച്ചി പറഞ്ഞു, നടക്കില്ല സാറ് പറഞ്ഞു, ഞങ്ങൾ വീട് മാറിക്കോളാന്ന് പറയണം. അവൻ വീട് മാറിക്കോളെന്ന് പറയാം. പെട്ടെന്ന് തന്നെ കൂട്ടുകാരൻ വന്നിട്ട് സച്ചി ഒന്ന് മിണ്ടായിരിക്കും പ്ലീസ് എന്ന് പറയണം. സാറേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ക്ഷമിക്കാൻ പറയണം. ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കുന്നു, ഇനി മേലെ ഇത് ആവർത്തിച്ചേക്കല്, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് തിരിയുന്ന സമയത്താണ് രേവതിനെ കാണുന്നത്. ഓഹോ അപ്പം മദ്യം മാത്രമല്ല പെണ്ണും ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അടി കിട്ടിയാലേ ഇപ്പം രേവതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. നിന്നെയൊക്കെ ഉണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുന്ന അറിയത്തില്ല, നാളെ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എത്രയും പെട്ടെന്ന് നിന്നെ ഇവിടുന്ന് വീട് ഒഴിപ്പിച്ചിട്ടുള്ളെന്നും പറഞ്ഞിട്ട്. രേവതിക്ക് അത് കേട്ടോണ്ടിരിക്കാൻ ത്രാണിയില്ലായിരുന്നു. രേവതി പെട്ടെന്ന് ആ രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. പിന്നീട് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സരങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ ഒരു മത്സരത്തിനകത്ത് ശ്രുതിയും ജയിച്ചു. പിന്നെ രണ്ടാമത്തെ മത്സരം നടക്കുക. രണ്ടാമത്തെ മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരു പേപ്പർ ഇടും. ആ പേപ്പർ ആണെങ്കിൽ ആദ്യം പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കയറി രണ്ടുപേരും ഡാൻസ് കഴിയണം, മ്യൂസിക് ഇട്ട് കൊടുക്കും. പിന്നീട് ആ പേപ്പർ ഒന്നുകൂടെ മടക്കും, പിന്നെ അതിന് മുകളിൽ കയറുന്നു. അങ്ങനെ മടക്കി അവസാനം ആ പേപ്പർ ഏറ്റവും ചെറുതാവും. അതിൻ്റെ മുകളിൽ കയറുന്ന രണ്ടുപേരും ഡാൻസ് കളിക്കണം. പക്ഷേ ആ പേപ്പറിന് പുറത്ത് പോകാൻ പാടില്ല, കാലുകൾ തമ്മിൽ രണ്ടുപേരുടെ കാല് പുറത്ത് പോകാൻ പാടില്ല. അതിനുള്ളിൽ തന്നെ നിന്ന് വേണം ഡാൻസ് കളിക്കാനായിട്ട്. അപ്പോൾ ആ കോമ്പറ്റീഷൻ ആയിരുന്നു അടുത്ത് നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഡാൻസ് കളിച്ച് ഓരോന്നിനും വിജയിച്ച് ശ്രുതിയും കൂടെ വരുവാണ്. അവസാനം പേപ്പർ ഏറ്റവും ചുരുങ്ങി, ഒരാൾക്ക് നിൽക്കാൻ പാടില്ല ആ പേപ്പറിൽ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, മതി, ഞാൻ ഈ മത്സരത്തിൽ ഇല്ലാന്ന് പറയണം. അതെങ്ങനെ ശരിയാവും ശ്രുതി? ഇത് ഇപ്പം ഈ 2-3 നടത്തിയിട്ട് നമ്മളെല്ലാം ജയിച്ചിരിക്കുന്നേ, നമുക്ക് പിന്മാറിയേ ശരിയാവുമോ? വാന്ന് പറയണം. പക്ഷെ എങ്ങനെ മത്സരിക്കണമെന്ന് ശ്രുതിക്ക് അറിയില്ലായിരുന്നു. ശ്രുതി എന്ത് ചെയ്യണം, ശ്രുതിയുടെ കയ്യിലും കൂടെ പിടിച്ച് വലിക്കുക. എന്നിട്ട് അങ്ങോട്ട് കയറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യണം, കയ്യിലും കോഴി എടുക്കുക ശ്രുതിനെ. ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. പിന്നീട് ശ്രുതി ഡാൻസ് ചെയ്യുവാണ്. ശ്രുതി അമ്പരന്ന് ഇങ്ങനെ ശ്രുതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ ഉള്ളിൽ കുറച്ച് പ്രണയങ്ങളൊക്കെ ആ സമയത്ത് വരുന്നു. ഇത്രയും നാളും കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശ്രുതിയാ. പെട്ടെന്ന് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ മനസ്സിൽ ഭയങ്കര ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങി ശ്രുതിക്ക്. പിന്നീട് 1-2 മത്സരങ്ങളും ഉണ്ടായിരുന്നു. അതിനകത്തല്ല ഇവർ രണ്ടുപേരും വിന്നേഴ്സ് ആയത്. അങ്ങനെ അവസാനം ട്രോഫി 2 പേർക്ക് കൂടെ കിട്ടുവാണ്. ബെസ്റ്റ് കപ്പിൾസ് എന്നുള്ള ട്രോഫി ശ്രുതിക്കൂടെ കിട്ടുവാണ്. പിന്നീട് ശ്രുതി പറഞ്ഞു, ശ്രുതി ഉള്ളതുകൊണ്ടാ ഇപ്പം ഈ ട്രോഫിയെ കിട്ടിയത്, നമ്മൾ രണ്ടുപേരുടെ മനപ്പുറത്ത് ഒന്നല്ലേന്ന് ചോദിക്കണം. ശ്രുതി പറഞ്ഞാ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന സച്ചി പാതിരാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും കുടിച്ച് ഫിറ്റായിട്ട് വീട്ടിലേക്ക് വരുവാണ്. പതിവ് പോലെ തന്നെ രവീന്ദ്രനെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് രേവതിയാണ് മുറിയിൽ പോയി കരഞ്ഞ് ഒരു വിധത്തിൽ കരഞ്ഞ് കിടന്നങ്ങോട്ട് ഉറങ്ങുവാണ്. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ രേവതിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റിയ സംഭവങ്ങളായിരുന്നില്ലല്ലോ. സച്ചി വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ തന്നെയല്ലോ പോയത്, ഒരാളും കൂടെ പോന്നായിരുന്നല്ലോ, അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കണം. അവളെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവൾ കാരണം എൻ്റെ മാനം പോയിന്ന്. അവൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അവൾ ഓടിപ്പോകുന്നില്ലേന്ന് ചോദിക്കും. ഓ അപ്പം നിനക്ക് ആ ബോധ്യമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അല്ല സച്ചി, നീ അവളെ കൂട്ടിക്കൊണ്ട് വരെ എന്തും പറഞ്ഞോണ്ടാ? അത് അച്ഛനറിയത്തില്ലേ പാർട്ടിയാണെന്നും പറഞ്ഞിട്ട്. ഓ പാർട്ടിയാണെന്നും പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോയിട്ട്, എന്നിട്ട് നീ കള്ളുസഭയിലേക്കാണോ കൂട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കണം. ഇതെന്താ അച്ഛൻ എങ്ങനെ പറയണേ? പാർട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് അല്പസ്വല്പം മദ്യപാനമൊക്കെ കാണും. നീ അല്പസ്വല്പം ആണോ കുടിച്ചേക്കുന്നത്? നിനക്ക് കാല് നിലത്തുറയ്ക്കുന്നുണ്ടോ? പാവ ആ പെങ്കൊച്ച്, ഇതിന് മാത്രം എന്ത് ദ്രോഹം അതാ ആരോട് ചെയ്തേക്കുന്ന പോലും. നിന്നെപ്പോലെ ഒരു മുഴു കൂടിയനെയാണല്ലോ അവൾക്ക് കിട്ടിയേക്കെന്ന് പറയണം. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്, എനിക്ക് സങ്കടമാണെന്ന് പറയാം. പിന്നെ എങ്ങനെ പറയണം? നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. പോത്തിന് ചെവി വേദം ഓതിയിട്ട് കാര്യമില്ലോ. ഇന്ന് നന്നാവും, നീ നാളെ നന്നാവും എന്നുള്ള ഏറെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നേ.
നീ എനിക്കിപ്പോൾ ഒരു അപമാനമായിട്ട് വരുവാന്ന് പറയാണ്. അച്ഛാ, അച്ഛന് ഞാനല്ല അച്ഛൻ അപമാനം, എനിക്ക് അവളെ അപമാനമായിട്ട് മാറിയേക്കെന്ന് പറയാം. അതെ അതെ, ഇനി അത് പറഞ്ഞു. എടാ, അവളെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ നീ തപസ് ചെയ്യണോ അറിയാലോ. എന്നിട്ടും വീണ്ടും ഓരോ കോപ്പറായങ്ങൾ കാണിച്ചുകൊണ്ട് വന്നേക്കുന്നു. നിന്നോട് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയുള്ള മറുപടി ഞാൻ നാളെ രാവിലെ തരാമെന്ന് പറയാണ്. ഇതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കുമെന്നും പറയാം. അങ്ങനെ സച്ചിക്കാണ് ദേഷ്യവും സങ്കടം വന്നു. അച്ഛൻ്റെ ഈ ചോദ്യം പറച്ചിലെല്ലാം കിട്ടി സങ്കടത്തോടെ സച്ചി മുറിയിലേക്ക് വരുന്നേ. മുറിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയോ, രേവതി നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. അവളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കിടന്ന് ഉറക്കം കിട്ടില്ല, കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നേ. അവൾക്ക് ആ പരിപാടിക്ക് അവിടെ നിന്നാൽ പോരായിരുന്നോ? ഇങ്ങോട്ട് പോരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സച്ചി കുറേ സമയം നോക്കി കയ്യിലിരുന്ന കവർക്ക് അങ്ങോട്ട് താഴേക്ക് വെച്ചു. ഗിഫ്റ്റ് കിട്ടിയായിരുന്നു, അതെല്ലാം അങ്ങോട്ട് താഴേക്ക് വെച്ചിട്ട് നിൽക്കുമ്പോഴത്തേനും സച്ചിക്ക് ഇക്കിളെടുത്തു. ഇച്ചിരി വെള്ളം കുടിക്കണം. എന്ത് ചെയ്യുന്നവർ നോക്കി കഴിഞ്ഞപ്പോൾ ജഗ് അവിടെ ഇരിക്കുന്നുണ്ട്. ജഗ് പോയി തുറക്കാൻ നോക്കുവാണ്. നല്ല ഫിറ്റ് ആയതുകൊണ്ട് സച്ചിക്ക് ജഗ് തുറക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്യുമ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു. ഉള്ള ശക്തി മൊത്തം പ്രയോഗിച്ച് സച്ചി ആ ജഗ് അങ്ങോട്ട് വലിച്ച് തുറക്കുവാണ്. അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ വെള്ളം എല്ലാം കൂടി എന്ത് ചെയ്തു, നേരെ കുറച്ച് രേവതിയുടെ മേത്തേക്കും പോയി വീഴുവാണ്. രേവതി ചാടി എഴുന്നേറ്റു. രേവതി പെട്ടെന്ന് ഓർത്തെ എന്താ സച്ചി ഛർദ്ദിച്ചായിരിക്കും ഓർത്തെ. ചാടി എഴുന്നേറ്റ് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ച മനുഷ്യാന്ന് ചോദിക്കുകയാണ്. എന്ത് പരിപാടിയാ? സോറി കേട്ടോ, അറിയാതെ കുറച്ച് വെള്ളം വീണാ, ഞാൻ ഈ വെള്ളം തുറന്നും വീണാ. രേവതി മണത്ത് നോക്കണം. മദ്യത്തിന് മണം രേവതിക്ക്, മദ്യത്തിന് മണം പോലെ രേവതിക്ക് തോന്നുന്നു. കാരണം സച്ചി അടുത്ത് നിൽക്കുന്നതുകൊണ്ടാ. പക്ഷെ രേവതിക്ക് അറിയില്ലല്ലോ. രേവതി നിങ്ങൾ എൻ്റെ മനുഷ്യൻ എൻ്റെ മേത്തേക്ക് ഛർദ്ദിച്ചോന്ന് ചോദിക്കണം. പിന്നെ ഛർദ്ദിച്ചു. ഇന്ന് വരെ ഈ സച്ചി വെള്ളം അടിച്ചിട്ടും ഛർദ്ദിച്ചിട്ടില്ല. പിന്നെ ഇത്രയും പൈസയ്ക്ക് വെള്ളം അടിച്ചിട്ട് ആ ഛർദ്ദിച്ച് കളയാൻ പറ്റുന്ന കാര്യമാണോ? എന്നോട് അവളുടെ ഒരു കളിയെന്ന് പറഞ്ഞിട്ട് സച്ചി നിൽക്കുവാണ്. രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. രേവതി എന്ത് ചെയ്യണം, ആ ബാത്റൂമിലേക്ക് പോയിട്ട് മുഖം നന്നായിട്ട് കഴുകണം. എന്നിട്ട് തിരിച്ചു വന്നു. അതെ, സോറി കേട്ടോ, അറിയാതെ പറ്റിപ്പോയത്, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞൊരു സച്ചി ആ ബെഡിലേക്ക് പോയി വീഴുവാണ്. ബെഡിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴത്തേനും ആ സൈഡിലായി പോയി സച്ചി എടുത്തടിച്ച് നിലത്തേക്ക് വീണു. അവിടെ കിടന്ന് സച്ചി അങ്ങോട്ട് ഉറങ്ങുവാണ്. രേവതിക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടം വന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. രേവതി രാവിലെ പോയി കോലമൊക്കെ വരയ്ക്കുന്നുണ്ട്. പക്ഷെ രേവതിയുടെ മനസ്സിലൊരു ഏകാഗ്രത ഇല്ലായിരുന്നു. രേവതി അടുക്കളയിലേക്ക് വന്നിട്ട് ഓരോ ജോലികൾ ചെയ്യാൻ നോക്കുമ്പോഴാണെങ്കിൽ രേവതിക്ക് ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലായിരുന്നു. ഇന്നലെ അവിടെ പാർട്ടിക്ക് നടന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നേ. പിന്നീട് രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രൻ കുറേ സമയം രേവതിനെ ശ്രദ്ധിച്ചു. പിന്നീട് ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കണം. ഒന്നുമില്ല അച്ഛാ, എനിക്ക് മനസ്സിലായ മോളെ നിന്റെ ഉള്ളിലെ വിഷമം എന്താന്ന്. സങ്കടപ്പെടണ്ട കേട്ടോ, ഞാൻ കാരണമാണ് നീ പിന്നെ ഇവിടെ നിൽക്കുന്നതല്ലേ. എല്ലാം ശരിയാകുന്നേ, ഒരു ദിവസം നിനക്കായിട്ട് വരും, നീ കാത്തിരുന്നു. അവന് നിന്നെ മനസ്സിലാക്കും, നിങ്ങൾ അവൻ്റെ സ്നേഹത്തോടെ ജീവിക്കുമെന്ന് പറയാണ്. അത് ഉടനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ, അയാളുടെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ല എന്ന് പറയാം. അങ്ങനെയൊന്നും പറയില്ല മോളെ, നിന്റെ ഭർത്താവല്ലേ, നീ വേണം അവനെ മാറ്റിയെടുക്കാമെന്ന് പറയാം. ഇനി ഞാൻ എന്ത് മാറ്റിയെടുക്കണോ അച്ഛൻ പറയുന്നത്? ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു പെണ്ണിന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യങ്ങളല്ല നടന്നത്. പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം അതല്ല സഹിച്ച് ക്ഷമിച്ചും മുന്നോട്ട് പോകുന്നത്. എനിക്ക് കയറി ചെല്ലാണ്ട് ഇനി ഒരു ഇടമില്ലല്ലോ, അതുകൊണ്ടാണ്. വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ അമ്മ പോലും എന്നെ വീട്ടിൽ കയറ്റില്ല, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് മാത്രം ഞാനിവിടെ കഴിയുന്നത് പറയാണ്. രവീന്ദ്രന് വല്ലാത്ത വിഷമം. രവീന്ദ്രൻ പറഞ്ഞു, മോളെ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എല്ലാം ശരിയാവുന്നൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയാണ് രാവിലെ കണ്ണും തുറന്ന് എഴുന്നേക്കുവാണ്. ഈ സമയത്ത് രേവതി അങ്ങോട്ട് കയറി വന്നേ. രേവതി, അയ്യോ സോറി കേട്ടോ, ഇന്നലെ ഇച്ചിരി മദ്യപിച്ച് പോയി, എന്നോട് ക്ഷമിക്കാൻ പറയണം. രേവതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ സോറി പറഞ്ഞല്ലോ, എന്നിട്ട് നീ എന്നെ മിണ്ടാത്തേന്ന് ചോദിക്കുവാണ്. പിന്നെ സോറി പറഞ്ഞോണ്ട് ഞാൻ എന്താ നിങ്ങളോട് സംസാരിക്കണോ? എനിക്ക് അങ്ങനെ സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിലോ? നിങ്ങൾ കാണിച്ച പ്രവൃത്തിയൊന്നും എത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് പറയാം. തുടങ്ങി രാവിലെ അവള്, ഞാൻ സോറി പറഞ്ഞില്ല, ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞു. നീ അങ്ങനെയല്ലോ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നീ എന്നോട് സോറി പറയാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറയുന്നത്. ഓ, ഒരു പുണ്യവതി വന്നേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിനെ കളിയാക്കുവാണ്. രേവതി ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യണം, ആ ബെഡ്ഷീറ്റും ഇതെല്ലാം കൂടെ കഴുകാനായിട്ടുള്ള കൂടെ വാരി എടുക്കുവാണ്. അല്ല കൊച്ചമ്മ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ തുണി കഴുകാൻ പോവാ. പെട്ടെന്നാണ് രേവതി സച്ചിയുടെ കഴുത്തേലേക്ക് നോക്കുന്നത്. അല്ല, ഇതുവരെ ആയിട്ട് ആ മാലയുടെ കൊളുത്ത് മാറി കിട്ടിയില്ലെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് സച്ചിക്ക് ക്ലിക്കില്ല. എന്താ പറഞ്ഞേ? മാലയുടെ കൊളുത്ത് മാറി കിട്ടിയില്ലാന്ന്. ഓ അതോ, അത് കിട്ടിയില്ലാന്ന്. അതെന്താ കിട്ടാത്തെ? അതവർ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഓ, ഒരു മാലയുടെ കൊളുത്ത് മാറാൻ ഇത്ര ദിവസം വേണമല്ലേ? അതും ഇനിയിപ്പോൾ നിങ്ങൾ അതുകൊണ്ട് വിറ്റ് തുറച്ചോന്ന് ചോദിക്കുകയാണ്. ഇതേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയാം. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എമ്പണ്ടേ കൊണ്ടുവരണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. സച്ചി പറഞ്ഞു, അതെ, അയാൾ ഇവിടെ ഇല്ലയെന്ന് പറയാണ്. അയാൾ പിന്നെ എങ്ങോട്ട് പോയി?
അയാൾ എവിടെയോ എന്തോ അത്യാവശ്യത്തിന് പോയേക്കുക 2 ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളെന്ന് പറയാം. അടുത്ത നാടകമായിട്ട് വന്നേക്കുന്നതാണ് എൻ്റെ അടുത്ത്. എനിക്ക് മനസ്സിലായി നിങ്ങളത് വിൽക്കോ പണയം വെക്കോ എന്തോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾ ഇന്നലെ പാർട്ടിയൊക്കെ നടത്തിയെന്ന് ചോദിക്കുകയാണ്. സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണ. അനാവശ്യമല്ല, ഉള്ള കാര്യം തന്നെയാ പറഞ്ഞേ, എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. സച്ചി പറഞ്ഞു, എന്ത് പറഞ്ഞാലും നിനക്ക് കുറച്ച് വാക്സാമർത്ഥ്യമുണ്ട്, അതുകൊണ്ടല്ല നീ പിടിച്ചു നിൽക്കുന്നേ. നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല, നീ വിശ്വസിക്കണ്ട എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ബാത്റൂമിലേക്ക് പോയി കഥ അടയ്ക്കുവാണ്. സച്ചി രക്ഷപ്പെട്ടത് അവിടുന്ന്. സച്ചിക്ക് ബാത്റൂമിൽ കയറിക്കുമ്പോൾ ശ്വാസം നേരെ വീണേ. എൻ്റെ ഭഗവാനെ, ഇനി അവളോട് ഇനി എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയണം, ഒരു ഐഡിയയും കിട്ടുന്നില്ല. രേവതി പുറത്തുനിന്ന് പറഞ്ഞു, നിങ്ങൾ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നോ കേട്ടോ, നിങ്ങൾ പുറത്തിറങ്ങൂലോ, അപ്പം നിങ്ങളെ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് തുണി കഴുകാൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞാൽ ശ്രുതി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ശ്രുതിയുടെ ഉള്ളി മൊത്തം ശ്രുതിയായിരുന്നു. ഇന്ന് അവിടെ വെച്ച് നടന്ന ഓരോ സംഭവങ്ങളുമായിരുന്നു. അപ്പം ശ്രുതി മനസ്സിൽ വിചാരിച്ചു, തൻ്റെ മനസ്സിലേക്ക് പതുക്കെ ശ്രുതി കടന്നു വന്നിട്ടുണ്ട്. ഇത്രയും കാലം കല്യാണമേ വേണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞു മറിയും താനാ, പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? ഈ സമയത്ത് മീര അങ്ങോട്ട് കടന്നു വരുന്നേ. മീര വന്ന് നോക്കിയപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് മീര പതുക്കെ വന്നിട്ട്, നീ ആരെയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കുകയാണ്. ശ്രുതി പറഞ്ഞേ ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ആരോ കടന്നു കൂട്ടില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടിത്തരിച്ച് നോക്കുക മീരേനെ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.